എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 കോഴിമുട്ട ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. തിളച്ചാറിയ 1/4 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് ഏകദേശം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഞാനിവിടെ ഇതിനു വേണ്ടി കടുകെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ഇനി മറ്റൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇവ ചേർത്ത് ചെറുതായി ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. ചെറുതായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. കൂടെ കാപ്സിക്കം ചേർത്ത് നന്നായി വഴറ്റുക. കൂടുതൽ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. കാപ്സിക്കം ഞാനിവിടെ 2 കളർ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. കൂടെ 1 സ്പൂൺ സോയാ സോസ്, ചില്ലി സോസ്, 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് ഇളക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഗ്രേവി തിക്കാവാൻ വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലവർ തിളച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് ചിക്കനിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൂടെ വെളുത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.